നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്, ഭാര്യ ആഷ്ന, മോൻ എയ്ഡൻ. ഞാനിത് 2ാം തവണയാണ് പരിശുദ്ധമ്മ നേരിട്ട് ജീവനോട് പ്രത്യക്ഷപ്പെട്ട സന്നിധിയിൽ സാക്ഷ്യം പറയുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 ജൂൺ മാസം 9-ാം തീയതിയാണ്. അതിനുശേഷം 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനെ എടുക്കാൻ സാധിച്ചു. ഈ മാസം 11-ാം തീയതി വന്ന് 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും മാതാവിനെ എടുക്കാൻ സാധിച്ചു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭാര്യയായിട്ട് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി തൃശ്ശൂർ ഇവിടെ GH ഹോസ്പിറ്റലിൽ. അന്ന് വളരെ അത്ഭുതകരമായിട്ട് മാതാവ്, സഞ്ചാരി മാതാവെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ ഭാര്യയെ ഞാൻ കൊണ്ടുപോയപ്പോൾ ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ ആളായിട്ടാണ് ഭാര്യ കയറി പോയത് ഇൻ്റർവ്യൂവിന്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നവരൊക്കെ ഞാൻ എങ്ങനെയുണ്ട് ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് കിട്ടത്തില്ല ചേട്ടാ, അവർ നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നതല്ലെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ഹാപ്പി ആയിട്ട് എനിക്ക് കിട്ടി എന്നും പറഞ്ഞ് എന്നെ എടുത്തു എന്ന് പറഞ്ഞ് വന്നത് എൻ്റെ ഭാര്യ മാത്രമാണ്. അപ്പോൾ അങ്ങോട്ട് ആ ചേംബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ അതുപോലെ തന്നെ ചുണ്ടിൽ ഞാൻ തൊട്ട് കൊടുത്തിട്ടാണ് വിട്ടത്. അതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ കയ്യിൽ കൊടുത്ത് വിട്ടു, നാവിൽ ഞാൻ തൊട്ട് കൊടുത്ത് വിട്ട ശേഷമാണ്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യ തന്നെ നേരിട്ട് അവളുടെ അനുഭവം പറയുന്നതായിരിക്കും. എൻ്റെ പേര് ആഷ്ന, ഞാനൊരു നേഴ്സാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് 8-9 വർഷത്തെ ഗ്യാപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലുകളിലൊന്നും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, ഹസ്ബൻഡ് 108 ആംബുലൻസിലെ നേഴ്സാണ്. അപ്പോൾ 24 hours ആൾക്ക് ഡ്യൂട്ടി. അപ്പം ഞങ്ങൾ 2 പേരും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ മോനെ നോക്കാൻ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരു 10 തൊട്ട് 4 വരെയുള്ള ഒരു ജോലി കിട്ടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് MLSP എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിൽ നിന്നും വളരെ വിപരീതമായിട്ടാണ് ഈ ജോലി എന്ന് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്കിൽ പോലും ആ സമയത്തിൻ്റെ 10 തൊട്ട് 4 വരെയുള്ള ജോലി ആയതുകൊണ്ട് എന്തായാലും ഇൻ്റർവ്യൂവിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഈ 9 വർഷത്തോളം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയാവും, എക്സാം എങ്ങനെയാവും, ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നും പഠിച്ചൊന്നുമില്ല. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉപ്പ് കുറച്ച് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. എൻ്റെ റിട്ടേൺ എക്സാമിന് 150 പേരോളം ഉണ്ടായിരുന്നു. റിട്ടേൺ എക്സാമിൽ കുറേ ക്വസ്റ്റ്യനൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഏകദേശം ഒരേപോലത്തെ ആൻസറൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ എനിക്ക് തോന്നിയതിനൊക്കെ ഞാൻ ടിക്കറ്റിട്ട് പോന്നു. റിട്ടേൺ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല കിട്ടുമോ എന്നുള്ളത്. കാരണം ഇത്രയും ആൾക്കാരുണ്ട്, പിന്നെ എഴുതിയിരിക്കുന്ന ആൻസറൊക്കെ ശരിയാണോ എന്നും അറിയില്ല. എന്തായാലും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് 36ാമത്തെ സ്ഥാനം കിട്ടി ആ റിട്ടേൺ എക്സാമിൽ. അങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. 1 മാസം കഴിഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ. അതിന് പോയപ്പോൾ എനിക്ക് അതിലും ടെൻഷനായിരുന്നു. കാരണം റിട്ടേൺ എക്സാമിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പേപ്പർ വരച്ച് വെച്ചാൽ മതി. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോയി നിന്ന് ആൻസർ പറയുകയാണ്. അപ്പോൾ ഒന്നും അറിയാതെ എന്ത് ചെയ്യുമെന്നുള്ള ആകെ ടെൻഷനായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണമെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 52 പേരോളം ആയിരുന്നു അവർ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 36ാമത്തെ ആയിരുന്നു ഞാൻ. അപ്പോൾ ഈ ആദ്യം പോയവരൊക്കെ വന്നിട്ട് വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ ചോദിച്ചത്. അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഭയങ്കര ടഫാണ്, 2 സാറുമാരും ഒരു മേഡവും ആണ് ഇരിക്കുന്നത്. ആ മേഡം ഭയങ്കര ഇതായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നമ്മളെ ഇട്ട് വലപ്പിക്കുവാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ പേടിയായി. കാരണം വന്നിരിക്കുന്ന മിക്ക പിള്ളേരും PSCക്കൊക്കെ പഠിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിവുള്ള കുട്ടികളായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിനൊന്നും അറിയത്തില്ല. ഞാൻ ആകെ വിഷമിച്ചു. എനിക്ക് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതിലൊക്കെ തന്നെയാണ് ഞാൻ നിന്നതും. പിന്നെ ഇറങ്ങി വന്നവരോട് ചോദിച്ച ആ ഒരു 2 മണിക്കൂർ കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ പഠിച്ചു. പിന്നെ ഒരു ലാസ്റ്റ് ഒക്കെ ആകാറായപ്പോഴത്തേക്കിനും ഞാൻ തീരുമാനിച്ചു ഇനി ഞാനൊന്നും പഠിക്കാൻ നിൽക്കുന്നില്ല, എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ, മാതാവ് തരുന്നെങ്കിൽ ഈ ജോലി തരട്ടെ എന്നുള്ളൊരു ഇതിലിരുന്നു. എന്നെ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവർ CV നമ്മുടെ കയ്യിൽ തരും. ഞാൻ ആ CVയിൽ കുറച്ച് ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. അതുപോലെ ഞാൻ കയറുന്നതിന് മുമ്പും കുറച്ച് ഉപ്പ് കഴിച്ചു. അതുപോലെ കയറുന്ന ആ റൂമുണ്ട്, അവർ എക്സാമിനേഴ്സ് ഇരിക്കുന്ന റൂമുണ്ട്,
അതിൽ ചവിട്ടാത്തൊരു സ്ഥലത്തായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വളരെ ടെൻഷനോടുകൂടിയാണ് ഞാൻ റൂമിലേക്ക് കയറിയത്. പക്ഷെ റൂമിൽ കയറി കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് എന്തോ ഒരു ആശ്വാസം പോലെ എനിക്ക് തോന്നി. ടെൻഷനെല്ലാം പെട്ടെന്ന് എന്നിൽ നിന്നങ്ങ് മാറിയ പോലെ എനിക്ക് തോന്നി. ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിഷ് ചെയ്തപ്പം വളരെ പണ്ട് തന്നെ പരിചയമുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്നത് പോലെ അവരെന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ട് വിശേഷം? അപ്പം ഞാൻ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് 9 വർഷമായിട്ട് ഗ്യാപ്പാണ്. അപ്പം എല്ലാമൊക്കെ അറിയാമോ? ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ അറിയാം. കുറച്ചൊക്കെ അറിയത്തുള്ളോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഏകദേശം എനിക്ക് അറിയാവുന്നതായിരുന്നു. കാരണം നേരത്തെ ഉള്ള ആൾക്കാരോട് ചോദിച്ച് ആ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ചോദിച്ച് വെച്ചിരുന്നതുകൊണ്ട് ആ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നുകൊണ്ട് എനിക്ക് അതൊക്കെ ഏകദേശം പറയാനൊത്തു. ഒരെണ്ണം ചോദിച്ചത് ഞാൻ കുറച്ച് പറഞ്ഞപ്പോൾ അവർ തന്നെ ബാക്കി എനിക്ക് പൂരിപ്പിച്ച് തന്നു ഇന്നതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർ ചോദിച്ച വീട്ടിൽ ആരുണ്ട്, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു 108 ആംബുലൻസിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർ ചോദിച്ച മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ആൾ വന്ന കാര്യങ്ങൾ വീട്ടിൽ ആംബുലൻസിനെ കുറിച്ചും ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ പറയുന്നതുകൊണ്ട് എനിക്കതെല്ലാം കാണാപ്പാടമായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാനതൊക്കെ വിവരിച്ചപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റോടെ കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസായി. പിന്നെ അപ്പോൾ എന്നോട് ചോദിച്ചു, നീ പോകുന്ന മേഖലയിൽ ഒരു പേഷ്യൻറ്റിന് വയ്യാതെ വന്നാൽ നീ ഇതുപോലെ 108 ആംബുലൻസ് വിളിച്ച് വിടുകയൊക്കെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ജോലി കിട്ടിയാൽ നീ ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ സെക്ഷൻ അവസാനിച്ചു. ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോന്നു. ഞാൻ പുറത്ത് വന്നപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരോടും ബാക്കിയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് വന്നത്. ബാക്കി ഇറങ്ങി എല്ലാവരും വളരെ ടെൻഷനിലായിരുന്നു പോയത്. ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞു വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, വലിയ ടഫായിട്ടൊന്നും ചോദിക്കുന്നില്ല, നമുക്കറിയാവുന്നതൊക്കെ അവർ ചോദിക്കുന്നു എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു പോന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നു. അതിൽ എനിക്ക് ആദ്യം വന്നത് ഒരു ദൂരെ സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി ദൂരെ കൂടുതലാണ് പോകാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. എനിക്ക് അടുത്തുള്ള ഒരു സ്ഥലം തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി, വരവൂരെന്ന് പറയുന്നത്. അവിടെ ഞാൻ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തു. അതിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ജോലി കിട്ടിയത് തന്നെ എൻ്റെ ഈ ജോലി തന്നെ ഒരു കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് മാതാവ് തന്നത്. അതായത് എനിക്ക് ചെയ്യേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി വിസിറ്റ് എന്ന് പറയുന്നൊരിതാണ്. അതായത് നമുക്ക് വീടുകളിൽ പോയിട്ട് രോഗികളായിരിക്കുന്നവരെയും പ്രായമായവരെയും കണ്ട് അവരുടെ BP ഷുഗറൊക്കെ എടുക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവ് എനിക്കായിട്ട് കനിഞ്ഞു തന്നൊരു ഇതാണ്. കാരണം ഹസ്ബൻഡ് മിക്കവാറും കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് പീസ് ഹോമിലൊക്കെ പോകാറുണ്ട്. ഞങ്ങളും പോകാറുണ്ട്. ഞങ്ങൾ 3 കൂടെയാണ് പോകാറ്. പലപ്പോഴും സാധിക്കാറില്ല എനിക്ക് പോകാൻ. അപ്പോൾ ഈ ജോലി മാതാവായിട്ട് കനിഞ്ഞു തന്നതാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ. അപ്പോൾ എന്നും എനിക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഈ ജോലിയിലൂടെ. എന്നും വയസ്സായ അമ്മമാരെ കാണാനും അപ്പന്മാരെ കാണാനും എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇന്ന് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ മോൻ്റെ സ്കൂൾ ടൈം കഴിയുമ്പോൾ തന്നെ എനിക്കും വീട്ടിലെത്താൻ സാധിക്കുന്നുണ്ട്. അവനെ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോകാനും അവൻ വരുന്ന കൂടെ എനിക്ക് വരാനും സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന മാതാവിന് 1000 ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഈ മാസം ഞാൻ ഉടമ്പടി പുതുക്കാനായി 3ാമത്തെ തവണ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നതിന് മുമ്പ് ഈ മാസം 2-ാം തീയതി, ഞാൻ 11-ാം തീയതിയാണ് 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നത്. അപ്പോൾ ഉറക്കക്കുറവുള്ളത് കൊണ്ട് കുറച്ച് മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇക്ഷ ഇണ്ണ വരയ്ക്കുമെന്ന് പറയുന്നൊരവസ്ഥ. ബെഡിലേക്ക് കയറാനും ബെഡിൽ നിന്ന് ഇറങ്ങാനും എനിക്ക് പറ്റാത്തവസ്ഥ. ലാസ്റ്റ് ഞാൻ വീട്ടിൽ ഒരു ബെൽറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ നടുവിന് കെട്ടുന്ന ബെൽറ്റ്. അത് വാങ്ങിച്ച് അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ഇടവകയാണ് ഞങ്ങളുടെ. 250 മീറ്ററേ ഉള്ളൂ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് അവിടുന്ന് ഒരു സ്റ്റെപ്പ് പോലും ഇറങ്ങാൻ എനിക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നത് ബെൽറ്റ് കെട്ടിക്കൊണ്ടാണ്. ഈ ഉപ്പ് കഴിക്കുക, തേൻ, അതുപോലെ തന്നെ ഉടമ്പടി തൈലം നടുവിന് പുരട്ടി വിശ്വാസപ്രമാണം ചെല്ലുക. ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. എന്നിട്ട് ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുന്ന എൻ്റെ ബെൽറ്റ് അഴിച്ച് ബാഗിൽ വെച്ചുകൊണ്ടാണ്.
അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല. പെയിൻ കില്ലർ കഴിക്കേണ്ട അവസ്ഥയാണ്. കാരണം നടുവിന് എന്തോ കുത്തുന്ന പോലുള്ളൊരു വേദനയാണ് വരുന്നത്. ആ ബെൽറ്റ് കെട്ടിയാൽ തന്നെ ഞാൻ സൈഡ് ചരിഞ്ഞ് 2 കൈ കുത്തി പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൈ കുത്തി എഴുന്നേറ്റാലാണ് അവിടെ ടേബിൾ വലിച്ചിട്ടിട്ടുണ്ട്. അതേലും കൂടെ പിടിച്ചാലായിരുന്നു എനിക്ക് എഴുന്നേക്കാൻ പറ്റുക. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് പോലെ സൗഖ്യം കിട്ടി. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൺലൈന് ധ്യാനം കൂടുമ്പോഴേക്കും ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ എപ്പോൾ ഓൺലൈൻ ധ്യാനം കൂടിയാലും, കാരണം 24 മണിക്കൂർ ആംബുലൻസ് സർവീസ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വിളി വരാം. ചില ദിവസങ്ങളിൽ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാറില്ല. അപ്പോൾ വെളുപ്പിനെയൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി അത് കഴിഞ്ഞ് രാവിലെ തന്നെ ധ്യാനം കൂടും. അപ്പോൾ സ്ഥിരമായിട്ട് ധ്യാനം കൂടുമ്പോൾ ഉറങ്ങുന്നൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ധ്യാനം കൂടുമ്പോഴേക്കും വിളിക്കുന്നൊരു വിളിയുണ്ട്. അതുപോലെ അല്പം ഒച്ചത്തിലാണ് വിളിക്കുന്നത്. ദൈവവേദലേ എന്നൊരു വിളി വിളിക്കും. ആ വിളിയിൽ ഞാൻ എന്തോന്നും പറഞ്ഞ് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ അച്ഛൻ അത്രയും ദൈവവേദലയെന്ന് മാത്രമേ വിളിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഇനി ഉറങ്ങരുത്. അന്നതിന് ശേഷം മുതൽ പിന്നെ എത്ര ഓൺലൈൻ ധ്യാനം കൂടിയാലും ഉറക്കമെന്ന് പറയുന്നത് എനിക്ക് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടാണ് ട്രെയിനിൽ പോകുന്നത്. നാലാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, അന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഈ മാസം 11-ാം തീയതി 5 മണിക്ക് അലാറം വെച്ചു. അപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് രാവിലെ 6:15 6:30 ട്രെയിനാണ്, ആലപ്പുഴ വരെയുള്ള ട്രെയിനാണ് ഞാൻ വരുന്നത്. അന്ന് 6 മണിയായിട്ടും ഞാൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ എന്നെ തട്ടി എഴുന്നേപ്പിച്ചു. എഴുന്നേക്ക് നിനക്കിന്ന് പോകണ്ടേ എന്ന് ചോദിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ചാടി എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ബാഗെല്ലാം തലേദിവസം റെഡിയാക്കി വെച്ചേക്കുന്നത്. ഞാനിനി വിളിച്ചത് എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്, ഒരു സാരി ഉടുത്ത ആൾ. എൻ്റെ ഭാര്യ സാരി ഉടുക്കാറില്ല. അന്ന് ഞാനും വൈഫും മോനും മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങൾ 3 പേരും അവിടെ താമസിക്കുന്നത്. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, എന്നെ വിളിച്ചായിരുന്നോ? ഇല്ല. നിങ്ങൾ പോകാൻ നേരത്ത് വിളിക്കാമെന്നല്ലേ പറഞ്ഞേ, ഡോറടയ്ക്കാൻ? ഇല്ല. അപ്പം എനിക്കൊരു സംശയം വന്നു, ഇത് മാതാവ് എന്നെ വിളിച്ചതായിരിക്കും. കാരണം ഒരു ഗ്യാപ്പ് പോലും ഇട്ട് ഞാൻ ഇതുവരെ ഉടമ്പടി പുതുക്കാൻ വന്നിട്ടില്ല. ഇന്നിപ്പോൾ നാളെയാണ് ഉടമ്പടി പുതുക്കണമെങ്കിൽ ആ ഡേറ്റിന് തന്നെ വരും. കാരണം എൻ്റെ ജോലിയിൽ എപ്പോൾ വേണമെങ്കിലും വിളി വരാം. ഇപ്പോൾ ആർക്കെങ്കിലും വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറണമെന്ന് വരാം. അപ്പോൾ ആ ഡേറ്റ് അങ്ങ് മുടങ്ങിപ്പോവും. പിന്നെ ആ വരവിനാണ് ഓരോ മാസവും പുതുക്കാനല്ലാണ്ട് എല്ലാ മാസവും വരാറുണ്ട്. അപ്പോൾ പത്രം മേടിക്കാനായിട്ട് എല്ലാ മാസവും വരും. അപ്പോൾ അന്ന് വന്നപ്പോൾ എനിക്ക് ഈ അനുഭവം ഉണ്ടായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ ഉടമ്പടി പുതുക്കാനായിട്ട് അമ്മയാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചതെങ്കിൽ എനിക്കൊരടയാളം വേണം. ഇതുവരെ ഞാനൊരു അടയാളം ചോദിച്ചിട്ടില്ല. ഒരുപാട് പേരുടെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഒരു അടയാളം വേണമെന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, ബൈബിളിലൊക്കെ അടയാളം ആവശ്യപ്പെടുന്നതിന് ഈശോ ശകാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നീ എന്ത് അടയാളമാണ് ഞങ്ങളെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവമേ, മാതാവ്, ഞാൻ ചോദിച്ച തെറ്റാണോ എന്നൊരു കുറ്റബോധം എനിക്കുണ്ട്. അപ്പം അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കൂടുതലും ചേച്ചിമാരാണ് എൻ്റെ ഫ്രണ്ടിൽ. പിന്നെ പുറകിൽ വേറെ ചേട്ടന്മാർ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നമുക്ക് ടോക്കൺ തരുന്ന ചേച്ചി എന്നെ അങ്ങ് വിളിച്ചു, ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തപ്പോഴേക്കും എനിക്ക് കിട്ടിയ മാതാവിനെയാണ്. രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും മാതാവിനെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അടയാളം ചോദിക്കുന്നത് നമ്മളെ നിഷ്കളങ്ക മനസ്സോടെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും മാതാവ് സാധിച്ചു തരും. അപ്പോൾ ഈ 4 സാക്ഷ്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. പിന്നെ അച്ഛൻ പറയാറുണ്ട്, സാക്ഷ്യം പറയാണ്ടിരുന്ന് പണി മേടിക്കരുതെന്ന്. അത് എനിക്ക് എൻ്റെ അനുഭവത്തിലും എൻ്റെ സാക്ഷ്യം പറയാതിരിക്കുന്ന ആൾക്കാരുടെ അനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 4 സാക്ഷ്യങ്ങളാണ് എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ സെൻറ്റ് പോൾ പീസ് ഹോം, ജോൺ പോൾ പീസ് ഹോം, അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് വടക്കാഞ്ചേരി അടുത്തായിട്ട്. അപ്പോൾ അവിടെ വയ്യാത്ത ചേട്ടന്മാർ അതുപോലെ അമ്മച്ചിമാരുണ്ട്. അപ്പോൾ എല്ലാ മാസവും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കിപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രം ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് വീടില്ല, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ BPLൻ്റെ കാർഡ് കിട്ടും. 10 കിലോ അരി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 മാസം ഓടും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അരി, അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ആണെങ്കിൽ അവിടുത്തെ വയ്യാത്ത ചേട്ടന്മാരെ കുളിപ്പിക്കാൻ പോകാറുണ്ട്. എപ്പോഴും പോകാൻ സാധിക്കാറില്ല. പിന്നെ ഏകദേശം അവിടെ കുർബാന തീരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവരെ പള്ളിയിൽ നിന്ന് തിരിച്ച് അവരുടെ ബെഡിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അതുപോലെ അവർക്ക് വയ്യാത്ത വളർച്ചയില്ലാത്ത മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ ബൈബിൾ വായിച്ചു കൊടുക്കാനും പോകാറുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള പത്രം ഞാൻ കൊണ്ടുപോയി നടന്നാണ് കൊടുക്കാറ്. അവിടെ എവിടെ പോയാലും വണ്ടിയിൽ പോയി കൊടുക്കുന്ന ശീലമില്ല. ചിലരൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്തേ ഈ വഴിക്ക് വരാതിരുന്നേ, പത്രം വായിക്കാത്തത് കൊണ്ട്, കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു സുഖമില്ല. നിങ്ങൾ വന്ന് മാതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരുപാട് അനുഭവങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ
2 മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായം എനിക്ക് സാലറി വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അവർക്ക് ചികിത്സയും അതുപോലെ തന്നെ സ്കൂളിൽ പഠനച്ചെലവിനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രകാരണ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. സുഭാഷിതങ്ങൾ 16:1 മുതൽ 3 വരെ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂന്യമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. ജസ്റ്റിൻ തോമസ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം ജീവിത പങ്കാളിക്ക് ലഭിച്ച ജോലിയെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഒത്തിരി പേർ കഷ്ടം പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അമ്മ മാതാവ് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മകളെ ആ ഇൻ്റർവ്യൂവിന് പ്രവേശിപ്പിക്കുമ്പോൾ വലിയ ശാന്തതയോടുകൂടി അതിൽ പങ്കുചേരുവാനും വലിയ സന്തോഷത്തോടു കൂടി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ മകളെ സഹായിക്കുകയും വലിയ സഹായത്തിൽ ആ ജോലി മകൾക്ക് കരസ്ഥമാകും വിധം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ ലഘൂകരിക്കുകയും എളിമയിലും സ്നേഹത്തിലും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമ്മളെ ഒരുക്കുകയും ചെയ്യുന്നു. അങ്ങനെ 8 വർഷത്തോളം കരിയർ ഗ്യാപ്പുള്ള മകളാണ് വളരെ ശാന്തതയോടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ 10 മുതൽ 4 വരെ ആ പകൽ സമയം കുഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയം ജോലിക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ ജോലി ക്രമീകരിച്ച് കിട്ടിയതിൻ്റെ സാക്ഷ്യം പങ്കുവച്ചത്. അതുപോലെ മകന് ലഭിച്ച ഓരോ അനുഗ്രഹ സാഹചര്യങ്ങളെയും സൂചിപ്പിച്ചു. അത് നടുവിന് വല്ലാത്ത വേദനയോടെ എത്തിയ മകൻ ബെൽറ്റ് അഴിച്ചു വെച്ച് ശാന്തതയോടുകൂടി ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് അനേകർക്ക് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുവാനും നിരന്തരം മകനെ ബലപ്പെടുത്തുന്നതിനെയും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. ഈ കുടുംബത്തിൻ്റെ ഓരോ ഉടമ്പടി ജീവിത സമയത്തും അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസമക്ഷം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.